ഇന്ത്യക്ക് വീണ്ടും പാക് ഭീഷണി. ഇപ്രാവശ്യം ഭീഷണി മുഴക്കിയിരിക്കുന്നത് അവരുടെ സൈനിക വക്താവ് അഹമ്മദ് ഷരീഫ് ചൗധരിയാണ്. അങ്ങനെ പറയുന്നത് അവർ നമ്മളെ ഇന്ത്യയെ ഈസ്റ്റ് നടിക്കുന്നതാണ്, കിഴക്ക് നടിക്കുന്നതാണ്. എന്തിനുള്ള പുറപ്പാടാണ് ഇവർ? ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടെന്ന് ഇവരൊന്നും പഠിച്ചില്ലേ? അല്ല, ഇത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വെറും തമാശയായിട്ടാണ് കാണുന്നത്. യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ ആരാണെന്ന ചോദ്യമായിരിക്കും ഇന്ത്യക്കാർ ചോദിക്കുന്നത്. നാം കണ്ടതാണ്, ആദ്യം അസീം മുനീറിന്റെ ഭാഗത്തു നിന്നായിരുന്നു വലിയ രീതിയിലുള്ള ഭീഷണി. പിന്നീട് ബിലാവൽ ഭൂട്ടോ വരികയാണ്, അവിടുത്തെ വിദേശകാര്യ മന്ത്രി വരികയാണ്. അതല്ല എപ്പോഴായിരുന്നു പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ആണവ ബോംബുണ്ട്, അത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും. അങ്ങനെ എന്തെല്ലാം വീമ്പ് പറച്ചിലായിരുന്നു. പിന്നീട് കരഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കാലിൽ വീഴുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടത്. അത്തരത്തിൽ തന്നെയാണ് ഇന്ത്യ ഇതിനെയും പരിഗണിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ അവർക്ക് കൃത്യമായി തന്നെ മറുപടി നൽകുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ആ രാജ്യത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ആ സർക്കാരിനെതിരെ തിരിയുമെന്ന് കരുതി ഇന്ത്യക്കെതിരെ ആക്രമണം തുടങ്ങാൻ അവർ രംഗത്ത് വരുന്നു. ഉപയോഗിച്ചതോ ചൈനയുടെയും തുർക്കിയുടെയും സാധനങ്ങൾ, ആയുധങ്ങൾ. പിന്നീട് അത് ഇന്ത്യൻ സൈനികർക്കാണ് വലിയ രീതിയിൽ തലവേദനയായി മാറിയത്. ചൈനയുടെ യുദ്ധ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്താണെന്ന് ഇന്ത്യക്ക് കൃത്യമായി തന്നെ അറിയാം, അല്ലെ? നമ്മൾ ചൈനീസ് പടക്കം ഉപയോഗിക്കുന്നവരാണല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ. അത്തരം ഒരു ചൈനീസ് പടക്കമായി മാറുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ അത് പൊട്ടാതെ വീഴുകയാണ്. മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ പ്രയോഗിച്ചു എന്ന് പറയുന്നു. എന്നിട്ടോ ഒന്നിനും ഒരു ഗുണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നാം പത്രങ്ങളിലെല്ലാം വായിച്ച കാര്യമാണ്, ദൃശ്യങ്ങളിൽ കണ്ട കാര്യമാണ്. ചൈനയുടെ ആയുധങ്ങളെല്ലാം ഇന്ത്യക്ക് നശിപ്പിക്കേണ്ട ഗതികളിലേക്ക് വരികയാണ്. അത്രേ കാണുന്നുള്ളൂ ഇന്ത്യ ആ രാജ്യത്ത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ അവർ ഞങ്ങൾ ജയിച്ചേ എന്ന് വലിയ ആഘോഷങ്ങൾ നടത്തുന്നു, ലഡു വിതരണം നടത്തുന്നു. അപ്പോഴെല്ലാം ഇന്ത്യ മൗനത്തിലായിരുന്നു. ഇന്ത്യ പറയുന്നു നമുക്ക് നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ എന്താണോ ഞങ്ങൾ ആഗ്രഹിച്ചത് അത് കൃത്യമായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അതിപ്പോൾ ഇന്ത്യയിലെ ചില ഈ വിഘടനവാദികൾക്കും കോൺഗ്രസിന്റെ നേതാക്കൾക്കുമെല്ലാം തെളിവ് ആവശ്യമുണ്ടല്ലോ. അങ്ങനെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും അവസാനം രംഗത്ത് വന്നിരിക്കുന്നത് ഈ പാകിസ്ഥാൻ. കുറച്ചു നാളായി പാകിസ്ഥാൻ മൗനത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അസീം മുനീർ അമേരിക്കയിലെത്തി ട്രംപിനെ കാണുന്നു, അതിനുശേഷം ചൈനയെ കാണുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെയും പിന്തുണ നേടിയ ശേഷമാണ് വീണ്ടും അദ്ദേഹം രംഗത്ത് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ ഒരു ഉഭയകക്ഷി യോഗങ്ങൾ വിളിച്ചാലും വരുന്നില്ല. അവർ പറയുന്നത് വെച്ചാൽ ടെററിസം മുഴുവനായിട്ട് തുടച്ചു നീക്കാണ്ട് നിങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്കില്ല മോദി പറഞ്ഞു. അത് ശരി തന്നെയാണ്, നമ്മളിപ്പോഴും അത് തന്നെ വിചാരിക്കുന്നത്. ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഇവരെ നമ്മൾ മൊത്തമായിട്ട് തുടച്ചു നീക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഇന്ത്യക്കാർ മൊത്തമായിട്ട്, അല്ലേ? ചർച്ച ചെയ്യുന്നില്ല, അതാണ് ഇന്ത്യയുടെ വിജയം. നമുക്കറിയാം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്കുള്ളിലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, വിഘടനവാദി നേതാക്കൾ ഇന്ത്യയുടെ പണവും അതോടൊപ്പം തന്നെ ആഹാരവും കഴിച്ച് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്ന ഹുറിയത്ത് നേതാക്കളെ നാം എങ്ങനെയാണ് ഒതുക്കിയത്? പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ എത്തി ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യ മോദി വന്നതിന് ശേഷം നിലപാടെടുത്തു, ചർച്ച വേണ്ട, അങ്ങനെ ചർച്ച ആവശ്യമുള്ളവർക്ക് ആയുധ മറുപടി കൊടുക്കും. അങ്ങനെ ആയുധ മറുപടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സമാധാനം വന്നു. ആ രീതിയിൽ സമാധാനം, ടൂറിസം വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നു. ജമ്മു കാശ്മീർ പുതിയ ജമ്മു കാശ്മീർ ആകുന്നു എന്ന ചിന്തയുടെ ഫലമായാണ് പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ആ POK എന്ന് പറഞ്ഞ ചെറിയ ഭാഗം കൂടി നമ്മുടെ കയ്യിൽ വന്നാലോ ആ ഒരു ടെൻഷനാണ്, അല്ലേ? അതെ, ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്നു, ടൂറിസം വളരുന്നു, വലിയ വികസന പ്രവർത്തനങ്ങൾ വരുന്നു, വന്ദേ ഭാരത് വരുന്നു. ആ രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ വരുമ്പോൾ മറ്റൊരു ഭാഗത്തോ അവിടെ തീവ്രവാദവും പട്ടിണിയും പരിവട്ടും രോഗങ്ങളുമായി കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിന്റെ മെയിൻ പ്രശ്നം എന്തെന്ന് ചിന്തിക്കുമ്പോഴാണ് ടൂറിസം. അതിന് തകർക്കായിരുന്നു അന്ന് ഭീകരവാദികൾ ശ്രമിച്ചത്. അതിന് പാകിസ്ഥാന്റെ അനുകൂലമായ നീക്കങ്ങളുണ്ടായിരുന്നു, സൈനികരുടെ അനുകൂലമായ നീക്കങ്ങളുണ്ടായിരുന്നു. ഈ പെഹൽഗാമിൽ ആക്രമണത്തിന് കുറച്ചു നാൾ മുൻപായിരുന്നല്ലോ ഈ അസീം മുനീറിന്റെ ഭാഗത്തു നിന്നും ഈ ഹിന്ദു വിരുദ്ധ പരാമർശം, ഇന്ത്യ വിരുദ്ധ പരാമർശം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഈ ഹമാസ് ഭീകരവാദികൾ എത്തുകയാണ്. അവർ ഇത്തരം പ്രഖ്യാപനങ്ങൾ, ചർച്ചകൾ നടത്തുന്നു. അതിന് പിന്നാലെയാണ് നാം ഒക്ടോബർ 7 ഇസ്രയേലിൽ കണ്ട ആ ആക്രമണം. അതിന് സമാനമൊരു ആക്രമണമായിരുന്നെന്ന് പെഹൽഗാമിൽ സംഭവിച്ചത്. ടൂറിസ്റ്റുകൾക്കെതിരെയായിരുന്നു ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. നാം പെഹൽഗാമിനും അത് കണ്ടു. അങ്ങനെ ഒരു ഹമാസ് അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദികൾ എല്ലാവരും ഒന്നിച്ചൊരു ആക്രമണമായിരുന്നു അന്നുണ്ടായത്.
ആ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി. ഇന്ത്യ മൗനം പാലിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സൈനിക വക്താവ് പറയുന്നത് ഞങ്ങൾ കിഴക്ക് നിന്നും ആക്രമിക്കുന്നതാണ്. അസീം മുനീർ കാത്തിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയെ ശക്തമായ മറുപടി കൊടുക്കാൻ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച അസീം മുനീർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകുന്നില്ലെന്നാണ് പറയുന്നത്. എന്തിനാണ് തയ്യാറാകുന്നത്? നരേന്ദ്രമോദി മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ജലവുമായി ബന്ധപ്പെട്ട് സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട് തന്നെ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഒന്നെങ്കിൽ ജലം അല്ലെങ്കിൽ രക്തം. ജലവും രക്തവും കൂടി ഒരുമിച്ച് ഒഴുകില്ലെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ പൂർണ്ണമായി തന്നെ ചർച്ചകളില്ല, കച്ചവടമില്ല, എല്ലാം പൂർണ്ണമായ ബന്ധം ഉപേക്ഷിച്ചു. ഇന്ത്യക്ക് ഇന്ത്യയുടെ ജനങ്ങളാണ് വലുത്, അല്ലാതെ പാകിസ്ഥാനിലെ തീവ്രവാദികളല്ല നമുക്ക് വലുത്. അത് തന്നെയാണ് പലതവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം കിഴക്ക് നിന്ന് അടിക്കുന്ന ഉദ്ദേശിക്കുന്നത് ബാംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് അതുവഴി കയറുന്നതാണോ? അപ്പൊ ഈ ബാംഗ്ലാദേശ് ഇവരുടെ ഒരു ഭാഗമായിരുന്നിട്ട് അവർക്കൊരു നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത് ഇന്ത്യക്ക്. അപ്പൊ ബാംഗ്ലാദേശ് നമുക്ക് എതിരെ തിരിയോ? അല്ല, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനെയും കാട്ടി വിടുവായത്തൻ അടിച്ചുവിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ആ രാജ്യത്തെ പല ഇത്തരം വിടുവായത്തനങ്ങൾ പറയുന്ന നേതാക്കൾ പറയുകയാണ്, സൈനിക ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ കിഴക്ക് പ്രദേശങ്ങൾ പലതും പിടിച്ചെടുക്കും, കിഴക്കിലെ പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അത്തരം വീമ്പ് പറച്ചിൽ അവിടെ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നല്ല, അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നുഴഞ്ഞുകയറ്റമേ നടക്കുകയുള്ളൂ, അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലേ? അതെ, ഇന്ത്യയെ പരിഗണിക്കുന്നില്ലല്ലോ അവർ. ഇന്ത്യയെ അന്ന് ഇടക്കാലത്ത് പറയുന്നില്ല, ബീഹാറും കൊൽക്കത്തയും അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന്. ഇന്ത്യ പരിഗണിക്കുന്നില്ല. ഇത് ഏതോ ഒരു ചാവാലിപ്പട്ടി അവിടെ കിടന്ന് കുരയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഒഴിവാക്കുകയാണ്. പക്ഷെ ഇതിൽ അവർ സൂചിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ അസീം മുനീർ അടക്കമുള്ളവർ നിരന്തരം ഇപ്പോൾ ചൈന സന്ദർശിക്കുന്നുണ്ട്. ഈ ചൈന സന്ദർശിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ചൈനയുടെ ആയുധങ്ങളാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതായി നാം കണ്ടത്. ഇന്ത്യയുടെ തന്നെ സൈനിക മേധാവികൾ പലതവണ പറയുകയാണ്, ഇന്ത്യ 3 രാജ്യങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്തത്, പാകിസ്ഥാനെതിരെ മാത്രമല്ല. അത് തുർക്കിയാണ്, ചൈനയാണ്, പാകിസ്ഥാനാണ്. ഒരേ സമയം 3 രാജ്യങ്ങളെ നേരിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ വിജയം കൊയ്തതെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് ഇന്ത്യയുടെ ശത്രു ചൈനയാണ്. ചൈനയെ ഉദ്ദേശിച്ചാണ് എന്തായാലും ഈ സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫ് ചൗധരി പറയുന്നത്. അതിൽ വ്യക്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം ഉണ്ടാകുമ്പോൾ ഇനി ഒരു ആക്രമണം ഉണ്ടാകുന്നത് ചൈനയുടെ ഭാഗത്ത് നിന്നാണെന്ന്. പക്ഷെ അത് ഇപ്പോഴുള്ള സാഹചര്യത്തെ എത്രത്തോളം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനുമായി അടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ പാകിസ്ഥാനോട് അമേരിക്ക അടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ചൈന അവഗണിക്കും. ആ ഒരു കാഴ്ച തന്നെയാണ് പല നാം കാണുന്നത്. വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ ചൈന സന്ദർശിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പല പത്രങ്ങളും പരിശോധിക്കുമ്പോൾ അവരുടെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവുമായി ചൈനയുമായി നിരന്തരം ഇന്ത്യ ചർച്ച നടത്തുകയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രാഥമികമായി തന്നെ നാം പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് ആരുടെ ആവശ്യമെന്ന് പരിശോധിക്കുമ്പോൾ അത് ചൈനയുടെ ആവശ്യമാണ്. അമേരിക്ക ചൈനയെ വലിയ രീതിയിൽ തന്നെ ലക്ഷ്യമിടുകയാണ്. തീരുവയുമായി ബന്ധപ്പെട്ടായാലും മറ്റ് വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാലും ചൈനയെ അമേരിക്ക ഉപദ്രവിക്കുമ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു റഷ്യ, ചൈന, ഇന്ത്യ ഈ 3 രാജ്യങ്ങൾ എടുത്താൽ തന്നെ ഇന്ത്യൻ ലോക ജനസംഖ്യയുടെ പകുതിയോളം എന്താ ഇവിടെ ഉണ്ട്. പിന്നീട് ഈ അമേരിക്കയുടെയും ട്രംപിന്റെയൊന്നും ഈ ഭീഷണികളൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു നീക്കമുണ്ട്. അത് ചൈന തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിടുവായുത്തനങ്ങൾ പണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കും, ഡൽഹി കീഴടക്കും എന്ന രീതിയിലുള്ള ഒരു പരാമർശമായി മാത്രമേ ഇതും കാണാനുള്ള ആവശ്യമുള്ളൂ.